നമസ്കാരം. ഇറാന് കർശന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ എത്രയും വേഗം ആണവ കരാറിൽ ഏർപ്പെടണം എന്നാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കയും ഇറാനും തമ്മിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടന്നുവെങ്കിലും പലപ്പോഴും ഇറാൻ്റെ കടുംപിടുത്തം കാരണമാണ് ഇനിയും ഇക്കാര്യത്തിലൊരു തീരുമാനമാകാതെ പോയത് എന്നുള്ള ആരോപണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ട്രംപ് ഇക്കാര്യത്തിൽ കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പോർവിമാനങ്ങൾ ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നത് ഈ ആണവ കരാർ നടപ്പിലാക്കാതെ പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നായിരുന്നു. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇറാന് തന്നെ ആയിരിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഇറാനാകട്ടെ ഇപ്പോൾ തിരിച്ചടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണ് എന്നാണ്. അമേരിക്കയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. എന്നാൽ അമേരിക്കൻ സർക്കാരാകട്ടെ തങ്ങൾ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നും ഒരു കാരണവശാലും ഇതിന് തങ്ങളുടെ അനുമതി ഇല്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ അമേരിക്കയുടെ ന്യായീകരണം. അടുത്ത ഞായറാഴ്ച ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഇറാനുമായി അമേരിക്ക ചർച്ച നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കർശന നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിനിടെ തുർക്കി ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നെതന്യാഹുവിനോട് അടിയന്തരമായി ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണമെന്നും എർദോഗാൻ പറഞ്ഞു. ഏതായാലും ആഗോളതലത്തിൽ തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഈ ഒരു ആക്രമണത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ഇതിനെല്ലാം തന്നെ അമേരിക്കയുടെ നിശബ്ദ പിന്തുണ ഉണ്ട് എന്നാണ് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇതിന് കനത്ത തിരിച്ചടി ഇസ്രായേൽ നൽകുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു തിരിച്ചടിയായിരിക്കും അത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ എന്നുള്ള കാര്യം മാത്രം ഖമേനി വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ എല്ലാം നശിച്ച അവസ്ഥയിലാണ്. അവർക്ക് യുദ്ധം ചെയ്യാനോ അതല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ഏറ്റുമുട്ടാനോ ഒന്നും തന്നെ പറ്റിയൊരു സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. ഇറാൻ തകർന്ന് തരിപ്പണമായൊരവസ്ഥയിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്രയോ ദൂരത്ത് നിന്നാണ് ഇസ്രായേൽ പോർവിമാനങ്ങൾ ഇറാനിലേക്ക് എത്തി അവിടെ ആക്രമണം നടത്തി മടങ്ങിപ്പോയത്. അവരൊന്നും തന്നെ തടയാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എന്ന വണ്ണം കുറേ ഡ്രോണുകൾ മാത്രം അയക്കുകയും അവയെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചിടുകയും ചെയ്തതോടുകൂടി അക്കാര്യത്തിലും ഒരു തീരുമാനം ആയിരിക്കുകയാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു താക്കീത് ഇറാൻ ഗൗരവതരമായി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.